ഏവർക്കും നമസ്കാരം. ഒരു ക്രിസ്തുമസ് കാലം കൂടി വരികയാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം വിതറിക്കൊണ്ട് ക്രിസ്തുമസ് കടന്നു വരുമ്പോൾ, കഴിഞ്ഞ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്തുമസിന് നൽകിയ മനോഹരമായൊരു സന്ദേശമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കുവയ്ക്കുകയാണ്, ക്രിസ്തുമസ് നിങ്ങളെ കടന്നു പോകാൻ അനുവദിക്കരുത് എന്ന്. ക്രിസ്മസ് ഒരിക്കലും നമ്മളെ കടന്നു പോകാൻ അനുവദിക്കരുത്. 2000 വർഷങ്ങൾക്ക് മുൻപ് ബെത്ലഹേമിലെ തെരുവുകളിലൂടെ, അവിടെയുള്ള വീടിന്റെ വാതിലിന് മുൻപിലൂടെ ഒരു ക്രിസ്തുമസ് കടന്നുപോയി. പക്ഷേ ബെത്ലഹേമിലെ നിവാസികളാരും അത് അറിഞ്ഞില്ല. അവസാനം കാലിത്തൊഴുത്തിലെ പുൽക്കച്ചയിൽ ക്രിസ്തു ജനിക്കുമ്പോൾ അവിടെ ബെത്ലഹേം നിവാസികൾക്ക് ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്തുമസിന് ഭാഗമാകുവാനും സാധിക്കാതെ വന്നു എന്നുള്ളതാണ് ചരിത്രം. ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. ക്രിസ്തു നമ്മുടെയൊക്കെ ഭവനത്തിന്റെ, ഹൃദയത്തിന്റെ വാതിലുകളിലൂടെ കടന്നു പോകാം. അപ്പോൾ അത് അറിയാതെ പോകുന്നു എന്നതാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ദുരന്തം എന്നുള്ളത്. എങ്ങനെയാണ് ക്രിസ്തു കടന്നു പോകുന്നത്? അത് സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ, അവന്റെ നിറവയറുള്ള ഭാര്യയുടെ, നിലാരംബന്റെ, രോഗിയുടെ, കഷ്ടപ്പാട് സഹിക്കുന്ന വ്യക്തിയുടെ, കടം കയറി മുടിഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഒക്കെ ഭാവത്തിലും സ്വഭാവത്തിലുമായിരിക്കാം. അങ്ങനെ കടന്നു വരുമ്പോൾ ഇവിടം നിറഞ്ഞുപോയി എന്ന് പറഞ്ഞ്, ഇവിടം ഇടമില്ല എന്ന് പറഞ്ഞ് വാതിലുകൾ അടച്ചു കളയുമ്പോൾ അടഞ്ഞു പോകുന്നത് ക്രിസ്തുമസ് ആണ് എന്നുള്ള സന്ദേശം ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കുവയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, 2024 ക്രിസ്തുമസ് കടന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ ഭവനങ്ങളും നമ്മുടെ വീടുകളും നമ്മുടെ ഹൃദയങ്ങളും ക്രിസ്തുവിന് ഇടമുള്ള സ്ഥലങ്ങളായി രൂപാന്തരപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കാം. ഈ വർഷത്തെ ക്രിസ്തുമസ് നമ്മെ കടന്നു പോകാൻ ഇടവരാതിരിക്കട്ടെ.